നമസ്കാരം. 26-ാം തീയതി മുതൽ, അതായത് ഒക്ടോബർ മാസം 26 മുതൽ നവംബർ 1-ാം തീയതി വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 27-ാം തീയതി ചൊവ്വ സ്വന്തം രാശിയായ വൃശ്ചികത്തിലേക്ക് സംക്രമിക്കുന്നു. ആദ്യം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസത്തിൽ അപ്രതീക്ഷിതമായ ധനം വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇവരുടെ ബന്ധു വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ ബന്ധുക്കളിൽ നിന്നോ അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള ഇവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നോ ഓർക്കാപ്പുറത്തായിരിക്കും ഈ ധനം വരിക. പ്രതീക്ഷിച്ചിരിക്കാത്ത ദിവസം അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരിക്കാത്ത സമയം പണം വരുന്നു. അത് സ്വാഭാവികമായിട്ടും ഇവർക്ക് വളരെ ഗുണം ചെയ്യുന്നു. ആഴ്ചയുടെ ആദ്യ ദിവസം ഇവർക്ക് ശാരീരികമായ ചില അവശതകൾ കൂടി കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നട്ടെല്ല് സംബന്ധമായോ പേശി സംബന്ധമായോ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതിനെല്ലാം ഉപരിയായി ഈ സാമ്പത്തിക വരവ് ഇവർക്ക് വലിയ സന്തോഷം നൽകുന്നു. ശരിക്കു പറഞ്ഞാൽ ഈ ആഴ്ചയിൽ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് 2-ാം പകുതിയാണ് കൂടുതൽ ഗുണം. പ്രത്യേകിച്ചും അവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കർമ്മവുമായി, അതായത് ജോലിയുമായി ബന്ധപ്പെട്ടും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും വളരെ വലിയ വിജയം അവർക്ക് കാണുന്നുണ്ട്. തങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ മേലധികാരികൾക്കും സഹപ്രവർത്തകർക്കും വളരെയധികം ഇഷ്ടം തോന്നുകയും അവരുടെ പ്രശംസയും അനുമോദനങ്ങളും ഏറ്റുവാങ്ങുകയും ചെയ്യും. ദൂരയാത്ര ചെയ്യുന്നു, പെട്ടെന്ന് ചില തീരുമാനങ്ങൾ എടുക്കുന്നു. ആ തീരുമാനങ്ങൾക്ക് വളരെ പോസിറ്റീവായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. സ്വാഭാവികമായും കർമ്മരംഗത്തുള്ള പ്രവർത്തനങ്ങളിൽ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് തന്നെ സ്വന്തം പ്രവർത്തനങ്ങളിൽ വളരെയധികം അഭിമാനവും സന്തോഷവും തോന്നുന്നു. തൊട്ടടുത്ത ദിവസങ്ങളും ഇവർക്ക് വളരെ ഗുണമാണ്. അതായത് ആഴ്ചയുടെ 2-ാം പകുതി മുഴുവൻ ഏകദേശം 4 ദിവസത്തോളം ഇവർക്ക് സാമ്പത്തികമായി വളരെ ലാഭം കാണുന്നു. ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങൾ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ സ്വന്തം പണം കൊടുത്തു തന്നെ, സ്വന്തം കർമ്മത്തിലൂടെ നേടിയ പണത്തിലൂടെ തന്നെ ഇവർക്ക് നേടാൻ സാധിക്കുന്നു എന്നൊരു സ്വാഭിമാനത്തിൻ്റെ അവസ്ഥ കൂടി എന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിന് വളരെ സന്തോഷമുണ്ടാകുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയോ അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ തന്നെ ഏതെങ്കിലും കർമ്മം ചെയ്യുന്നതിൻ്റെ വിജയമോ ഒക്കെ ഇവർക്ക് ആഘോഷിക്കാൻ സാധിക്കുന്നു. ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമൊത്ത്, പ്രത്യേകിച്ചും ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് പുറത്ത് യാത്ര ചെയ്യാനും അതുപോലെ തന്നെ ചില സമാഗമങ്ങൾ വളരെയധികം സന്തോഷം നൽകാനും ഒക്കെ സാധിക്കുന്നതായി കാണുന്നു. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഇവർക്ക് ഉപഹാരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇവരുടെ കർമ്മരംഗത്തുള്ള വിജയമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായ വിജയത്തിൻ്റെ ഫലമായി മറ്റുള്ളവർ സന്തോഷത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇവർക്ക് കൊടുക്കാനുള്ളവരുടെ ഒരു ബാധ്യത കൊടുത്തു തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ ഇവരിലേക്ക് ധനം, അതുപോലെ മറ്റ് സമ്മാനങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, വസ്ത്രം, അതുപോലെ തന്നെ വീട് നിർമ്മിക്കുന്നവർക്ക് വീട് നിർമ്മിച്ച് പൂർത്തിയാകുന്നു. അതുപോലെ തന്നെ വാഹനം അറ്റകുറ്റപ്പണികൾ തീർക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങുന്നു. അങ്ങനെ ആഴ്ചയുടെ 2-ാം പകുതി പൊതുവെ ഗുണകരമാണ്. ആഴ്ചയുടെ ആദ്യ പകുതി ശാരീരികമായി നട്ടെല്ല് സംബന്ധമായ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഓർക്കാപ്പുറത്ത് പണം ഇവരിലേക്ക് വന്നു ചേരും. തൊട്ടടുത്ത 2 ദിവസങ്ങൾ, അതായത് ആഴ്ചയുടെ ആദ്യ പകുതിയിലെ ആദ്യ ദിവസത്തിന് ശേഷമുള്ള 2 ദിവസങ്ങൾ പിതാവിന് അത്ര നല്ലതല്ല എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ചില പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങൾ അപ്പോഴുണ്ടാകാം. യാത്രയ്ക്ക് തടസ്സമുണ്ടാകാം. എടുത്ത തീരുമാനങ്ങളിൽ എന്തെങ്കിലും തെറ്റോ പിശകോ വരികയോ അല്ലെങ്കിൽ മണ്ടത്തരം സംഭവിക്കുകയോ ചെയ്യാം. അതിൻ്റെ ഫലമായി വിഷമിച്ചിരിക്കുമ്പോഴാണ് ആഴ്ചയുടെ 2-ാം പകുതി നേർവിപരീതമായി ഇവർക്ക് ഐശ്വര്യവും സന്തോഷവും വിജയവും ധനപരമായ ഉയർച്ചയും നൽകുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 29, 30, 31, പിന്നെ നവംബർ 1. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ തുടക്ക ദിവസം ഗുണകരമാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസവും ഇവർക്ക് ഗുണമായിട്ട് കാണും. ആഴ്ചയുടെ തുടക്ക ദിവസമാണ് ഏറ്റവും പ്രധാനം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മംഗളകരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലോ ഈ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും വിഘാതമോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ അതിന് ഒരു മാറ്റം വരുന്നു. തങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ട ഏറ്റവും സുപ്രധാനമായ മംഗളകർമ്മത്തിന് ഇവരുടെ മനസ്സുകൊണ്ട് തന്നെ ഒരു പച്ചക്കൊടി കാണിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഐശ്വര്യത്തിൻ്റെ തുടക്കവും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രണയത്തിന് ഒരു സാഫല്യം ഉണ്ടാകുന്നതായി കാണുന്നു. അതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സമോ ആഭിമുഖ്യ കുറവോ ഉണ്ടായിരുന്നവർക്ക് അതിനൊരു മാറ്റം സംഭവിക്കുന്നതായി കാണുന്നു.
വിദേശവുമായി ബന്ധപ്പെട്ട ജോലിയിലോ അല്ലെങ്കിൽ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന ചില പുതിയ സംരംഭങ്ങളിലോ മുടക്കമുണ്ടായിരുന്നെങ്കിൽ ആ മുടക്കം മാറുന്നു. ഇഷ്ടപ്പെട്ട വ്യക്തിയുമൊത്ത് പുറത്ത് സല്ലപിക്കുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന നിമിഷങ്ങൾ പങ്കുവയ്ക്കാനോ സാധിക്കുന്നു. യാത്ര കൊണ്ട് ഗുണം കാണുന്നു. ഇടത്തെ കണ്ണ്, അതുപോലെ തന്നെ ഇടത്തെ ചെവി, മുഖത്തിൻ്റെ ഇടത്തെ ഭാഗത്തുള്ള ത്വക്ക്, ഈ സ്ഥലത്തൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനുള്ള ഒരു അവസ്ഥ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യ ദിവസത്തിന് ശേഷമുള്ള ആദ്യ പകുതിയിലെ 2 ദിവസങ്ങൾ, അതായത് ആഴ്ചയുടെ 2 പകുതി, 3 ദിവസം വെച്ചോ അല്ലെങ്കിൽ 2.5 ദിവസം, 2.25 ദിവസം വെച്ചോ ഒക്കെ നമുക്കത് വിഭജിക്കാം. അതിൽ ആദ്യത്തെ 3 ദിവസത്തിൽ ആദ്യ ദിവസം കഴിഞ്ഞുള്ള 2 ദിവസങ്ങൾ പിതാവിനോ അല്ലെങ്കിൽ ഇവരുടെ തന്നെ ശാരീരികമായ അവശതയ്ക്കോ കാരണമാകുന്ന ചില അവസ്ഥകൾ ഉണ്ടാകാനിടയുണ്ട്. ഓർക്കാപ്പുറത്ത് ഇവർക്ക് ശാരീരികമായ വേദന, അതുപോലെ തന്നെ ചിലപ്പോഴെങ്കിലും ഇവരുടെ ചില ബന്ധങ്ങളിലുള്ള, പ്രത്യേകിച്ചും ഇടവക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് അവരുടെ സ്ത്രീ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ മാതാവ് അല്ലെങ്കിൽ സഹോദരി, മകൾ, ഭാര്യ, ചിലപ്പോൾ സ്ത്രീ സുഹൃത്ത്, ഇവർക്ക് മാനസികമായ എന്തെങ്കിലും വിഷമമോ ശാരീരികമായ അപകട സാധ്യത ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അവരെ ഓർത്ത് ഇവർക്ക് ഒന്നുകിൽ ധനപരമായ ചെലവ് അല്ലെങ്കിൽ മാനസികമായ വിഷമം ഇതുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ ദിവസങ്ങളിൽ. ശേഷമുള്ള ദിവസങ്ങൾ ഗുണകരമാണ്. പ്രത്യേകിച്ചും സാമ്പത്തിക നേട്ടമാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്. ആഴ്ചയുടെ അവസാന ദിവസം ഇവർക്ക് ഇവരുടെ കർമ്മരംഗത്ത് ഏറ്റവും നന്നായി ശോഭിക്കാൻ സാധിക്കുന്നു. ഇടയ്ക്കുള്ള ഈ മാനസിക വിഷമം, അതായത് ഏറ്റവും അടുത്തുള്ള സ്ത്രീ ബന്ധങ്ങൾക്കുണ്ടാകാവുന്ന ശാരീരിക മാനസിക വൈഷമ്യങ്ങൾ, ഇവരിലുണ്ടാക്കുന്ന ദുഃഖം, അതുപോലെ തന്നെ പിതാവിനുണ്ടാകാവുന്ന ചില അസുഖം, ഇതൊക്കെയാണ് ഇവരെ ആഴ്ചയുടെ മധ്യഭാഗത്തുള്ള ദിനങ്ങളിൽ കൂടുതലായി ഇവരെ ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിക്കുക. അതിനുശേഷമുള്ള ദിവസങ്ങൾ, അതായത് ആഴ്ചയുടെ തുടക്ക ദിവസവും ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസവും വളരെ ഗുണകരമാണ്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, തങ്ങളെക്കുറിച്ച് ചുറ്റുപാടുമുള്ളവർക്ക്, കൂടെ പ്രവർത്തിക്കുന്നവർക്ക്, മേലധികാരികൾക്ക്, ഇവർക്കൊക്കെ വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്ന കർമ്മങ്ങൾ ഇവർ ചെയ്യുന്നു. അതിൽ വിജയമുണ്ടാകുന്നു. അതുകൊണ്ട് പൊതുവേ ഈ ആഴ്ചയിൽ പകുതിയോളം ദിവസങ്ങൾ ഇവർക്ക് ഗുണമാണ്. ഇടയ്ക്കുള്ള ദിവസങ്ങൾ ഇവരുടെ തന്നെ ശാരീരികമായ അവശതയും ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഉണ്ടാകാവുന്ന വിഷമങ്ങളും മനസ്സിലാക്കണം. ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 26 മധ്യാഹ്നം വരെ നല്ലതാണ്. ശേഷം 31 നവംബർ 1 ഗുണകരമാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 3/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും സാമ്പത്തിക നേട്ടത്തിൻ്റെ ആഴ്ച ആവണം ഈ ആഴ്ചയും. കാരണം എന്തായാലും വ്യാഴം അവർക്ക് 2ാം ഭാവത്തിലോട്ട് വന്നിട്ടുണ്ട്. 2 ധനസ്ഥാനമാണ്. ധനകാരകൻ ധനസ്ഥാനത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് സാമ്പത്തികമായി ഉണ്ടായിരുന്ന പരാധീനതയിൽ ഇനി അങ്ങോട്ടുള്ള കുറേ കാലം, ഡിസംബർ 5 വരെയും വളരെ ഗുണകരമാണ്. അതിൽ ഈ ആഴ്ച പ്രത്യേകമായിട്ട് എടുക്കുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ ആദ്യ പകുതി വളരെ നല്ലതാണ്. കഴിഞ്ഞ കുറേ കാലമായി കടബാധ്യത കൊണ്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക വൈഷമ്യങ്ങൾ കൊണ്ടോ മനസ്സ് ആകെ ആശങ്കാകുലമായിരുന്ന അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുന്നു. സാമ്പത്തികം വരുന്നു എന്ന് മാത്രമല്ല, തങ്ങളുടെ കടബാധ്യത ഇവർക്ക് മാറാൻ സാധിക്കുന്നു കുറേയൊക്കെ. അതുപോലെ തന്നെ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള വാഗ്ദാനങ്ങൾ ഇവർ ഏറ്റിരുന്നത് നടക്കാതെ ഇരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്തിനൊരു മാറ്റം വരുന്നു. വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നു. സാമ്പത്തികമായും സാധിക്കുന്നു, ശാരീരികമായി കർമ്മസബരി കൊണ്ടും അത് സാധിക്കുന്നു. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം, ഇവരുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ വിമർശനങ്ങളോ പരിഹാസങ്ങളോ മറ്റോ കൊണ്ട് മുടക്കി മാറി നിന്നിരുന്നവർ, അതൊക്കെ മാറി ഇവരോട് മൈത്രി ഭാവത്തിൽ വരികയും വർക്കിൽ അല്ലെങ്കിൽ ജോലിയിൽ സഹകരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്യുന്നൊരവസ്ഥ വരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് മാത്രമല്ല മാറുന്നത്, മറ്റുള്ളവരുടെ സഹകരണം മാറി നിന്നിരുന്നത്, നിസ്സഹകരണമായി നിന്നിരുന്നത് സഹകരണത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് വരുന്നു. പൊതുവെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന അവസ്ഥകളാണ് മിഥുനക്കൂറിലെ നക്ഷത്രക്കാർക്ക് ആഴ്ചയുടെ ആദ്യ പകുതി മുഴുവൻ. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, മുടക്കം വന്നിരുന്ന പല പ്രോജക്റ്റുകളും അത് മാറി അത് മുന്നോട്ടുള്ള വഴിയിലേക്ക് തുടങ്ങാൻ ഒരു പുതിയ അവസ്ഥയുണ്ടാകുന്നു. ഈശ്വരാധീനം വർദ്ധിക്കുന്നു. ഇഷ്ടപ്പെട്ട വ്യക്തികളോട് ഒരുമിച്ച് പ്രവർത്തിക്കാനും സമയം ചിലവഴിക്കാനും സാധിക്കുന്നു. പ്രണയത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഭംഗം നേരിട്ടിരുന്നുവെങ്കിൽ അതിന് മാറ്റമുണ്ടാകുന്നു. കലഹിച്ചു നിന്നിരുന്ന സൗഹൃദ ബന്ധങ്ങൾ മൈത്രി ഭാവത്തിലേക്ക് വരുന്നു. മുടങ്ങിക്കിടന്നിരുന്ന ഒരുപാട് പേർ ഒരുമിച്ചുള്ള ചില പ്രവർത്തനങ്ങൾ, ചില സംരംഭങ്ങൾ, അതിനും എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറുന്നു. സ്വന്തം കടബാധ്യത മാറുന്നു. മറ്റുള്ളവർ ഇവരിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയിരുന്ന പണം കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്നത് തിരിച്ചു കിട്ടാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. അതുപോലെ ചില കാര്യങ്ങൾ മോഷണം
സംഭവിച്ചിരുന്നത്. ചില പ്രധാനപ്പെട്ട ദ്രവ്യങ്ങൾ, വിലപിടിപ്പുള്ള ദ്രവ്യങ്ങൾ നഷ്ടപ്പെട്ടു പോയത്, അതും തിരിച്ചു വരാനുള്ള സാധ്യത ആഴ്ചയുടെ ആദ്യ പകുതിയിൽ കാണുന്നുണ്ട്. ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ ആദ്യ ദിവസം ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഉയരങ്ങളിൽ കയറുമ്പോഴും അതുപോലെ തന്നെ വഴുക്കലുള്ള സ്ഥലങ്ങളിൽ നടക്കുമ്പോഴുമൊക്കെ വീഴാനോ എല്ലിന് എന്തെങ്കിലും തരത്തിലുള്ള ദോഷം സംഭവിക്കാനോ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില ബന്ധങ്ങൾ ചിലപ്പോൾ അതിസാഹസികത കൊണ്ടോ വൈകാരികതയുടെ മൂർച്ച കൊണ്ടോ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു പോവുകയോ അപക്വമായ പെരുമാറ്റം കൊണ്ടോ ഒക്കെ ചിലപ്പോൾ ചില ശത്രുതകൾ പെട്ടെന്നുണ്ടാകാം. പുതിയ ശത്രുവിനെ സൃഷ്ടിക്കുന്ന ഒരവസ്ഥ വരാം. അതുകൊണ്ട് ശ്രദ്ധിച്ചു കൊള്ളണം. ആഴ്ചയുടെ അവസാന ദിവസം ഇതിനെയൊക്കെ പരിഹരിക്കുന്ന മട്ടിൽ ഈശ്വരാധീനം ഉണ്ടാകുന്നതായും കാണുന്നു. പെട്ടെന്ന് ചില യാത്രകൾക്ക് തയ്യാറാവുന്നു, ചില തീരുമാനങ്ങൾ കർമ്മരംഗത്തും മാറ്റുന്നു. അതെല്ലാം തന്നെ ഗുണകരമായിട്ടാണ് കാണുന്നത്. മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 26, 27, 28 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിന്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ അത്ര നല്ലതല്ലെങ്കിലും നേർപകുതിക്ക് അടുത്തുള്ള ദിവസങ്ങളും നേർപകുതിക്ക് തൊട്ട് സമീപമുള്ള ദിവസങ്ങളും, ഏകദേശം മധ്യഭാഗത്തെ ദിനങ്ങൾ, ആഴ്ചയുടെ നേർപകുതിക്കടുത്തുള്ള ദിനങ്ങളും നേർപകുതി കഴിഞ്ഞുള്ള ദിനങ്ങളും ഏകദേശം 4ഓളം ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ചും ഇവർക്ക് നേരിട്ടിരുന്ന ആശങ്കകൾക്കാണ് ഒരു മാറ്റം വരുന്നത്. പൊതുവെ അഷ്ടമത്തിൽ രാഹു നിൽക്കുന്നത് കൊണ്ട്, രാഹു ഒരു ഇല്യൂഷണറി പ്ലാനറ്റ് ആയതുകൊണ്ടും ഇല്ലാത്തതുണ്ടെന്നും ഉള്ളതിനെ ഇല്ല എന്ന് തോന്നിപ്പിക്കുന്നതുമായ ആശങ്കകൾ സർപ്പം തലപൊക്കുന്നത് പോലെ ഇവരുടെ ഉള്ളിലുണ്ടാകും. ഈ ആശങ്കകൾക്ക് ഒരു അറുതി വരുന്നു. ഇവർക്ക് ഈ ആഴ്ചയിലെ ആദ്യ പകുതിയിലെ ദിവസങ്ങളുടെ അവസാനത്തെ 2 ദിവസവും അതുപോലെ രണ്ടാം പകുതിയിലെ ആദ്യ ദിവസങ്ങളും വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ചും സാമ്പത്തിക ബലം മനസ്സിന് വളരെയധികം ഇവർക്ക് ആശ്വാസം കൊടുക്കുന്നു. അതുപോലെ തന്നെ കടബാധ്യതയിൽ നിന്ന് മോചനം ഉണ്ടാകുന്നു. ചില പിണക്കങ്ങൾ, മനസ്സിനെ വല്ലാതെ അലട്ടിയിരുന്ന ചില അസഹ്യതകൾ, വിമർശനങ്ങൾ, ഇവരെക്കുറിച്ച് ദുഷിച്ച പരാമർശങ്ങൾ നടത്തുന്നവർ, അതിനൊക്കെ ഒരു ശമനം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ മനസ്സിൽ സന്തോഷം ലഭിക്കുന്ന ഒരവസ്ഥ ഇവർക്ക് വരുന്നുണ്ട്. സ്വാഭാവികമായും ചില യാത്രകൾ പെട്ടെന്ന് തീരുമാനിക്കുകയും ചില കർമ്മരംഗത്ത് ഹ്രസ്വമായ ചില തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നത് ഇവർക്ക് വിജയത്തിലേക്കുള്ള വഴി തുറക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ത്വക്ക് രോഗം ഉണ്ടായിരുന്നവർക്ക് ശമനം ഉണ്ടാകുന്നു. ഉദര സംബന്ധമായ രോഗമുള്ളവർ, പ്രത്യേകിച്ചും സ്ത്രീകൾ, പ്രത്യേകിച്ചും യൂട്രസുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുള്ളവർക്ക് താൽക്കാലികമായിട്ടെങ്കിലും ഒരു ശമനം വരുന്നു. ഇതൊക്കെയും സംഭവിക്കുന്നത് ആ ആഴ്ചയുടെ ആദ്യ പകുതിയുടെ തൊട്ടടുത്തുള്ള ദിവസങ്ങളും രണ്ടാം പകുതിയുടെയും തൊട്ടടുത്തുള്ള 4ഓളം ദിവസങ്ങൾ. ഈ 4ഓളം ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. എന്നാൽ ആദ്യ ദിവസവും ആഴ്ചയുടെ അവസാന ദിവസവും സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ആദ്യ ദിവസം സന്താനങ്ങളെ കൊണ്ട് മാനസിക വിഷമം ഉണ്ടാകുന്നതായി കാണുന്നു. ഒന്നാമതേ മനസ്സിന് ആശങ്ക ഇവർക്കുണ്ട്. അതിൻ്റെ കൂടെ മറ്റുള്ളവരുടെ, ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ ദുഃഖം കൂടി ചിലപ്പോൾ കാണേണ്ടി വരുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു അധീകരിച്ച ദുഃഖഭാവം ആഴ്ചയുടെ തുടക്ക ദിവസം ഉണ്ടാകാം. ആഴ്ചയുടെ അവസാന ദിവസം സ്വന്തം ശരീരത്തിൻ്റെ അസഹ്യതയും ഇവർക്ക് പ്രശ്നമുണ്ടാക്കാം. നേരത്തെ തന്നെ പേശി സംബന്ധമായ അസുഖമോ അസ്ഥി സംബന്ധമായ അസുഖമോ വസ്തിപ്രദേശത്ത് എന്തെങ്കിലും രോഗമോ പ്രശ്നമോ ഉള്ളവർ ഈ ഒരാഴ്ചയിലെ അവസാന ദിവസം വളരെ സൂക്ഷിക്കണം. അത് മൂർച്ഛിക്കാനിടയുണ്ട്. ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൻ്റെ അവസ്ഥയും രോഗങ്ങളും പനിയും വരുത്താനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. വൈറൽ ഡിസീസൊക്കെ വർദ്ധിപ്പിക്കുക, പ്രത്യേകിച്ച് ആഴ്ചയുടെ അവസാന ദിവസം. അതുകൊണ്ട് കരുതലെടുക്കുക. മെഡിക്കേഷൻ എടുക്കേണ്ടവർ നേരത്തെ എടുക്കുക. കൃത്യമായ പ്രാർത്ഥനയോടുകൂടി വിനയത്തോടുകൂടി മുമ്പോട്ട് പോവുക. ഈ ആഴ്ചയിൽ കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 26 മധ്യാഹ്ന ശേഷം 27, 28, 29 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ അവസാന പകുതിയാണ്, അതായത് രണ്ടാം പകുതിയാണ് കൂടുതൽ ഗുണം. ആദ്യ പകുതി വളരെ ശ്രദ്ധിക്കണം. മാതാവുമൊത്തുള്ള യാത്ര, വാഹനത്തിൽ കയറുമ്പോഴും വാഹനം ഉപയോഗിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. ഒന്നാമതേ മഴക്കാലം അതൊക്കെ ആയതുകൊണ്ട് റോഡ് ഒക്കെ വളരെ സൂക്ഷിച്ച്, നിരത്തുകളിൽ വളരെ സൂക്ഷിച്ച് വാഹനം ഓടിക്കേണ്ട ഒരവസ്ഥ എല്ലാവർക്കുമുണ്ട്. ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അത് കൂടുതലായി കാണുന്നുണ്ട്. മാത്രമല്ല 4ാം ഭാവത്തിലേക്ക് ചൊവ്വ വരുന്നു. ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 27-ാം തീയതി തൊട്ട് തന്നെ വരുന്നു. ഈ ആഴ്ച തുടങ്ങുന്നത് 26-ലാണ്.
അപ്പോൾ സ്വാഭാവികമായും ചൊവ്വയുടെ വരവ്, സ്വന്തം ക്ഷേത്രത്തിലാണെങ്കിലും മൂർഖൻ എപ്പോഴും മൂർഖനാണ്. ചൊവ്വയുടേതായ ആസുര സ്വഭാവം കാണിക്കും. അതുകൊണ്ട് ഓവർ സ്പീഡിലുള്ള യാത്ര, ഭാരമുള്ള വസ്തുക്കൾ, മൂർച്ചയുള്ള വസ്തുക്കൾ, ഉയരങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒക്കെ വളരെ കരുതലെടുക്കുക. സാഹസിക കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇലക്ട്രിസിറ്റിയോടും തീയോടും ഇടപെടേണ്ടി വരുമ്പോഴും അങ്ങേയറ്റത്തെ മിതത്വവും ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുക. ശരീരത്തിൽ മുറിവുണ്ടാകാനുള്ള സാധ്യത, മാതാവിന് ഏതെങ്കിലും തരത്തിലുള്ള അസുഖമോ ശസ്ത്രക്രിയയോ നേരിടേണ്ടി വരിക, വാഹനം ഏതെങ്കിലും തരത്തിൽ അറ്റകുറ്റപ്പണിക്കോ അപകടത്തിനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ആഴ്ചയുടെ രണ്ടാം പകുതി ഇതിൻ്റെയൊക്കെ നേരെ വിപരീതമായി ഇവർക്ക് കർമ്മരംഗത്ത് വളരെ ശോഭനീയമായ ഒരു അവസ്ഥയിൽ തങ്ങളെക്കുറിച്ചുള്ള മതിപ്പ് വർദ്ധിപ്പിക്കുന്ന തരത്തിൽ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ കുറേ കാലമായി അപഹസിച്ചിരുന്നവർ, വിമർശിച്ചിരുന്നവർ അതൊക്കെ മാറ്റി എഴുതേണ്ട ഒരവസ്ഥ ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ വരുന്നു. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, തീരുമാനങ്ങൾ മാറ്റുന്നത് വഴി പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന വിജയസാധ്യത, ഇതെല്ലാം മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും പ്രശംസയ്ക്ക് പാത്രീഭവിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം, ഇവരിൽ ഉണ്ടായിരുന്ന ചില അപകർഷതാബോധങ്ങൾ, തങ്ങളുടെ പ്രവർത്തനങ്ങളൊന്നും വേണ്ടത്ര ഏൽക്കുന്നില്ല, അത് തങ്ങളുടെ മാത്രം കുഴപ്പമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് തങ്ങളുടെ ജോലിയിൽ നിന്ന് പതുക്കെ മനസ്സിനെ പിന്നാക്കം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആ ഒരു പേടിയുള്ള അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നു. ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും മുന്നോട്ട് പോകാനുള്ള ത്വര വർദ്ധിക്കുകയാണ്. കർമ്മരംഗത്ത് കൂടുതൽ ഷൈൻ ചെയ്യാനുള്ള ഒരു സമയം അവർക്ക് വന്നിരിക്കുന്നു. അത് സാമ്പത്തികമായ ഉയർച്ചയുടെ പരിവർത്തനമായി മാറുകയും ചെയ്യുന്നു. ആഴ്ചയുടെ രണ്ടാം പകുതിയിലാണ് പ്രധാനമായിട്ടും ഇത് കാണാൻ സാധിക്കുന്നത്. യാത്ര കൊണ്ട് ഗുണം, വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള നീക്കങ്ങൾ, അതുപോലെ തന്നെ ശത്രുതാ മനോഭാവത്തിലിരുന്നവരുടെ മൈത്രി ഭാവത്തിലേക്കുള്ള വരവ്, ഇതെല്ലാം തന്നെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന അവസ്ഥ കാണുന്നു. വൈവാഹികമായ കാര്യങ്ങളിലും വളരെ ഗുണമുള്ള അവസ്ഥ ഇവർക്കുണ്ടാകുന്നു ആഴ്ചയുടെ രണ്ടാം പകുതി. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 29, 30, 31 നവംബർ 1. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും സാമ്പത്തിക നേട്ടത്തിൻ്റെ ആഴ്ച തന്നെയാണിത്. കാരണം വ്യാഴം അവർക്ക് 11-ൽ വന്നിരിക്കുന്നു. ഏകദേശം 1.5 മാസത്തോളം ഇവർക്ക് ആ ഗുണമുണ്ട്. ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം തുടക്ക ദിവസം നല്ലതാണ്. പിന്നെ ആഴ്ചയുടെ അവസാന 2 ദിവസങ്ങളുമാണ് കൂടുതൽ ഗുണം. പ്രധാനമായും അത് സാമ്പത്തിക നേട്ടത്തിലാണ് കാണുന്നത്. ഏതെങ്കിലുമൊക്കെ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും സ്ഥാപനത്തിലോ സ്വകാര്യ സ്ഥാപനത്തിലോ വായ്പയ്ക്ക് ഇവർ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അനുകൂലമായ തീരുമാനമുണ്ടാകുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെങ്കിലും ഇവരെ സഹായിക്കുന്നു. മുമ്പ് പണം തരില്ല, അല്ലെങ്കിൽ പണം തന്നാൽ ഈ വ്യക്തികൾ ഒരിക്കലും അതിനെ ഗുണകരമായ കാര്യങ്ങളിൽ ഉപയോഗിക്കില്ല എന്ന് വിമർശിച്ചിരുന്നവർ ഇക്കുറി ഈ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ കഴിവിൻ്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കുകയും അവർക്ക് പണം കൊടുക്കാൻ മനസ്സുകൊണ്ട് തയ്യാറാവുകയും ചെയ്യുന്നു. അത് കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ്. കഴിഞ്ഞ കുറേ കാലമായി എല്ലാ പ്രവർത്തനങ്ങളും ശരിയാക്കി വയ്ക്കുമെങ്കിലും ചുണ്ടിൻ്റെയും കപ്പിൻ്റെയും ഇടയിൽ വെച്ച് പലതും നഷ്ടപ്പെടുന്നൊരവസ്ഥ അവർക്കുണ്ടായിരുന്നു. അതിനൊരു മാറ്റം വരികയാണ്. സാമ്പത്തികമായ നേട്ടത്തിന് കാരണം ആയ ചില ജോലികൾ, ചില സംരംഭങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ തക്കവണ്ണം അവരുടെ കാലം അനുകൂലമാകുന്നു. ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾ തന്നെ, കാരണവസ്ഥാനത്തുള്ളവർ, കുടുംബത്തിൽ ഇവർക്ക് ഇവരുടെ ഓഹരിയും ഇവരുടെ പണവും ഒക്കെ കൊടുക്കാൻ ഏതെങ്കിലും വിധത്തിൽ വിസമ്മതം പ്രകടിപ്പിച്ചിരുന്നവർ അത് മാറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനം, ഇവർക്ക് കഴിഞ്ഞ കുറേ കാലമായി ശ്രമിച്ചിരുന്ന ചില വലിയ ജോലികൾ, വിദേശവുമായി ബന്ധപ്പെട്ട ജോലികൾ അല്ലെങ്കിൽ ചില സംരംഭങ്ങൾ, അതിനൊക്കെ ഇവർക്ക് പച്ചക്കൊടി കിട്ടുന്നതായിട്ട് കാണുന്നു. സംരംഭങ്ങൾ തുടങ്ങാൻ തക്കവണ്ണമുള്ള ഭൗതിക സാഹചര്യം തയ്യാറാവുന്നു. വിദേശവുമായി ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ അവിടെ പോകാൻ സാധിക്കുന്നു. വിദേശത്തിന് പഠനത്തിന് ശ്രമിക്കുന്നവർക്കാണെങ്കിൽ അത് നടക്കുന്നു. ഇനി അവിടെ ജോലി ചെയ്യുന്നവർക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളും അവിടെ ജീവിക്കുന്നവർക്കുണ്ടാകുന്ന ഭൗതിക സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങളും എല്ലാം തന്നെ മാറുന്നതായിട്ടാണ് കാണുന്നത് കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ ആഴ്ചയുടെ ആദ്യ ദിവസവും പിന്നീട് ആഴ്ചയുടെ അവസാന ദിവസവും ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിലെ വിജയവും പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ള മനസ്സിൻ്റെ ശക്തിയുമാണ് ഇവർക്ക് ഈ ആഴ്ചയുടെ തുടക്ക ദിവസവും അവസാന ദിവസങ്ങളിലും വരുന്നത്. കടബാധ്യതയിൽ നിന്ന് മോചനം, അതുപോലെ ആലസ്യമാർന്ന മനസ്സ് ചുറുചുറുക്കോടുകൂടി പ്രവർത്തിക്കാൻ തുടങ്ങുന്ന അവസ്ഥ, ഇതെല്ലാമാണ് ഇവർക്ക് പ്രധാനമായും ഈ ആഴ്ചയിലെ തുടക്ക ദിവസവും അവസാന ദിവസവും ഉണ്ടാകുന്നത്. ഏറ്റവും അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ചിലപ്പോൾ സഹോദര സ്ഥാനത്തുള്ളവർ, അതൊക്കെ തന്നെ ഇവരെ ഇപ്പോൾ സഹായിക്കുമെന്ന് കാണുന്നു. പലപ്പോഴും ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് പാരകളായി വരുന്നത്. പക്ഷേ അത് ഇവർക്ക് ഇവിടെ മാറുന്നതായിട്ടാണ് കാണുന്നത്.
അതുകൊണ്ട് കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദിവസങ്ങൾ 2.5-3 ദിവസമേ ഉള്ളുവെങ്കിലും അത് ഇവർക്ക് മാക്സിമം ഗുണമാണ്. നല്ല ദിവസങ്ങൾ കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ 26 മധ്യാഹ്നം വരെ നല്ലതാണ്. ശേഷം 31 നവംബർ 1 ഗുണകരമാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഗുണകരമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് 9ലേക്ക് വ്യാഴം വന്നിരിക്കുന്നു. ആ വ്യാഴം ഇപ്പോൾ 10ലോട്ട് വന്നു. അപ്പോൾ സ്വാഭാവികമായും 9ലെ വ്യാഴം 10ൽ വരുമ്പോൾ കണ്ടക വ്യാഴം എന്നൊരു വ്യാഴമുണ്ട്. പലരും അതിനെ അവഗണിക്കാറാണ് പതിവ്. 1, 4, 7, 10 ഭാവങ്ങളിൽ ചാരവശാൽ വ്യാഴം സഞ്ചരിക്കുമ്പോഴും അതിനെ കണ്ടക വ്യാഴം എന്ന് പറയാറുണ്ട്. എന്നാൽ ശനിയോളം കണ്ടക ദോഷം വ്യാഴത്തിനില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ പല ആചാര്യന്മാരും അതിനെക്കുറിച്ച് വലുതായി സൂചിപ്പിക്കാത്തത്. ഇവിടെ ഒട്ടുമേ അത് സൂചിപ്പിക്കേണ്ട. കാരണം ഞാൻ വ്യാഴമാറ്റത്തിൻ്റെ വീഡിയോയിൽ തന്നെ അത് പറഞ്ഞു. കർക്കിടക രാശിയിലേക്ക് വ്യാഴം വരുമ്പോൾ വ്യാഴത്തിന് ബലമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും തുലാം ലഗ്നക്കാർക്ക് കർമ്മരംഗത്ത് വളരെയധികം ഗുണമുണ്ടാകുന്നു. ഏതു വിധേനയാണോ കഴിഞ്ഞ കുറേ കാലമായിട്ട് അവർക്ക് യാതനകൾ അനുഭവിക്കേണ്ടി വന്നത്, കർമ്മദോഷം കൊണ്ടോ അല്ലെങ്കിൽ തങ്ങളുടെ പ്രവർത്തനങ്ങളിലെ വിവരമില്ലായ്മ കൊണ്ടോ ബുദ്ധി ഇല്ലായ്മ കൊണ്ടോ സംഭവിച്ചിരുന്ന ധനപരമായ പ്രശ്നങ്ങൾ ഇപ്പോൾ മാറുന്നു. ഇവരുടെ കർമ്മരംഗം ഏറ്റവും നന്നായി മുന്നോട്ട് പോകാൻ തക്കവണ്ണമുള്ള സഹകരണങ്ങൾ സാമ്പത്തികമടക്കം ഇവരിലേക്ക് വരുന്നു. നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചിരുന്ന സ്വത്തുക്കൾ, ദ്രവ്യങ്ങൾ അതൊക്കെ തന്നെ ഇവർക്ക് നഷ്ടപ്പെടാതെ ഇരിക്കുന്നു. ചില വളരെ ആപൽക്കരമായ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥ ഇവർക്കുണ്ടാകും. കാരണം 5ൽ നിൽക്കുന്ന രാഹു സ്വാഭാവികമായിട്ടും ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക, 5 മനസ്സാണല്ലോ, ആശങ്ക ഉണ്ടാക്കും. അപ്പോൾ മനസ്സിൽ ആശങ്കകൾ ഉണർത്തുന്ന ചില അവസ്ഥകൾ ഉണ്ടായിരിക്കാം. പക്ഷേ അതിനെ അതിജീവിച്ചുകൊണ്ട് വ്യാഴം അനുഗ്രഹമായി വരുന്നു. ഈ ആഴ്ചയിൽ തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ തുടക്കത്തിൽ തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. അതിനുശേഷമുള്ള ദിവസങ്ങൾ, അതായത് ആഴ്ചയുടെ ആദ്യ പകുതിയിലെ ആദ്യ ദിവസത്തിന് ശേഷമുള്ള ദിവസം വളരെ ഗുണകരമാണ്. മനസ്സിൽ സമാധാനവും ശാന്തിയും ധൈര്യവും വരുന്ന തരത്തിൽ ഭൗതിക സാഹചര്യം നന്നായി വരുന്നു. ആരെക്കുറിച്ചാണോ ആശങ്കപ്പെട്ടിട്ടുള്ളത്, ഏത് കർമ്മത്തെക്കുറിച്ചാണോ അവർക്ക് ഭീതി ഉണ്ടായിട്ടുള്ളത്, അത് മാറുന്നു. അതിനർത്ഥം ആ കർമ്മരംഗം അവർക്ക് അനുകൂലമായ വിധത്തിൽ വരുന്നു. ആരുടെ ആരോഗ്യ പ്രശ്നമോ അല്ലെങ്കിൽ ആരുടെ സ്വഭാവ പ്രശ്നമോ ആണ് ഇവരെ അലട്ടിയിരുന്നതെങ്കിൽ അതിന് മാറ്റം വരുന്നു. യാത്ര കൊണ്ട് ഗുണമുണ്ടാകുന്നു. സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ കുറച്ച് ഗുണമുണ്ടാകുന്നു. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉയർച്ചയുടെ ചില പടവുകൾ കയറാൻ പോകുന്നതിൻ്റെ സൂചന സന്തോഷദായകമായി ഇവരിലേക്ക് വരുന്നു. അതുകൊണ്ട് പൊതുവെ ഗുണകരമാണ്. ആഴ്ചയുടെ 2ാം പകുതി ഇവർ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും സന്താനങ്ങൾക്ക് തന്നെ ഉണ്ടാകാവുന്ന ചില ശാരീരിക പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ചും വാതസംബന്ധമായ പ്രശ്നമോ ലങ്സിനോ ഹൃദയത്തിനോ കണ്ണുകൾക്കോ ഞരമ്പുകൾക്കോ നേരത്തെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് അതിൻ്റേതായ അവസ്ഥ വർദ്ധിക്കാനിടയുണ്ട്. കാലം അതിനനുസരിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് മുന്നിൽ കണ്ടുകൊണ്ട് സന്താനങ്ങളുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളെന്ന് പറയുമ്പോൾ തീരെ കൊച്ചുകുട്ടികളാണെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾ, അതല്ല ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഉദ്യോഗത്തിന് വേണ്ടിയുള്ള മത്സര പരീക്ഷയുടെയോ അതിൻ്റെ അഭിമുഖത്തിൻ്റെയോ കാര്യത്തിൽ. ഇനി ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്കാണെങ്കിൽ അവരുടെ ഉദ്യോഗത്തിലെ അടുത്ത പടിയിലേക്ക് കടക്കാനുള്ള ചില പരീക്ഷണങ്ങൾ അവർ അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. ആ അതിജീവനത്തിൻ്റെ സ്ഥലത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം. മനസ്സിനെ അത്തരം പരീക്ഷണ ഘട്ടങ്ങൾ നേരിടാൻ തക്കവണ്ണം ശക്തമാക്കണം. പ്രാർത്ഥന കൊണ്ടും ആവശ്യത്തിനുള്ള എല്ലാ വിവരങ്ങളും സ്വാംശീകരിക്കുന്നതിലൂടെയും അത് ശേഖരിക്കണം. അതിനൊരു സാധ്യത ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ കാണുന്നുണ്ട്. പൊതുവെ ഗുണകരം തന്നെ എന്ന് വിശേഷിപ്പിക്കാം. പ്രത്യേകിച്ച് ഇങ്ങനെ ശ്രമിക്കുന്നവർക്കുണ്ടാകാവുന്ന ചില കർമ്മയോഗികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അവസാന ദിവസങ്ങൾ ബാധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 26 മധ്യാഹ്ന ശേഷം 27, 28 ഗുണകരമാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഈശ്വരാധീനത്തിൻ്റെ ഒരു അനുഗ്രഹം ഇവർക്ക് തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയും ഇവരെ സംബന്ധിച്ചിടത്തോളം ആദ്യ ദിവസം മുതൽ തന്നെ ഇവർക്ക് ഗുണം വരണം. പ്രത്യേകിച്ച് ആഴ്ചയുടെ ആദ്യ ദിവസത്തിന് ശേഷം 2ാം പകുതിയുടെ തുടക്ക ദിവസങ്ങളൊക്കെ വളരെ ഗുണകരമാണ്. സാമ്പത്തിക നേട്ടമാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഏതൊക്കെയോ വിധേന ഇവരുടെ ചില വലിയ സംരംഭങ്ങൾക്ക് തടസ്സം നിന്നിരുന്ന കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു. വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനം അനുകൂലമാകുന്നു. പുതിയ സംരംഭങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ
കുറച്ച് നാളായി ഈ യാത്രകൾ പോകുന്നുണ്ടെങ്കിലും യാത്രകൾക്ക് റിസൾട്ട് 0 ലെവലിൽ നിൽക്കുന്നത് മാറുന്നു. യാത്രകൾ ഗുണകരമാകുന്നു, അതിന് ഫലപ്രാപ്തി ഉണ്ടാകും. അതുപോലെ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് പുറമേ സഞ്ചരിക്കുന്നതിനും വിവാഹം പോലുള്ള കാര്യങ്ങളിൽ വൈമുഖ്യം പ്രകടിപ്പിച്ചിരുന്നവർക്ക് അതിൽ നിന്ന് മാറ്റമുണ്ടാവുകയും ചെയ്യുന്നു. ചില പുതിയ കൂട്ടുകെട്ടുകൾ ഏറ്റവും വലിയ നന്മയിലേക്ക് അവരെ നയിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. യാത്ര കൊണ്ട് ഗുണം നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ശ്രമങ്ങൾ ഏറ്റവും നന്നായി വിജയിക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ വരുന്നുണ്ട്. സാമ്പത്തിക നേട്ടം പ്രധാനമായിട്ടും ഇവർക്ക് കാണുന്നുണ്ട്. മാതാവിൻ്റെ കാര്യത്തിലും ഇവർ ശ്രദ്ധിക്കണം. മാതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ഇപ്പോഴും ചില ആശങ്കകൾ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ ഈ വൃശ്ചികത്തിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഈ മനസ്സിൽ സന്തോഷം വരുന്നതിൻ്റെ ഒരു പ്രതികരണം എന്നോണം ഓവർ സ്പീഡിൽ വണ്ടി ഓടിക്കുന്നതും അതുപോലെ തന്നെ എടുത്തുചാട്ടം പോലുള്ള വർത്തമാനങ്ങൾ റിപ്പൾസീവായി പെട്ടെന്ന് സംസാരിക്കുന്നതും ശ്രദ്ധിക്കണം. അത്തരം കാര്യങ്ങളിൽ ചിലപ്പോൾ ചില കലഹങ്ങളോ വഴക്കോ ഉണ്ടാകാം. അതുപോലെ വാഹനം സൂക്ഷിച്ചോടിക്കുന്നതിലും ജിമ്മിലൊക്കെ പോകുന്ന ആണുങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഭാരമെടുക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ഉപജീവനം നടത്തുന്നവരാണെങ്കിൽ അതിൽ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കണം. അതുപോലെ തന്നെ ഈ വൃശ്ചികത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർ അടുക്കളയിൽ പ്രവർത്തിക്കുമ്പോഴും തീയോടും അഗ്നിയോടും ഇടപെടുമ്പോഴും വളരെ കരുതലുണ്ടാകണം. ഇതിനൊക്കെ സാധ്യതയുണ്ട് ജന്മത്തിലൂടെ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ. എന്നാൽ ഇവരുടെ മറ്റൊരു പോസിറ്റീവ് വശം എന്ന് പറഞ്ഞാൽ ആലസ്യമാർന്ന മനസ്സിൻ്റെ ആ ഒരു ഉറങ്ങുന്ന അവസ്ഥ മാറുന്നു. ചുറുചുറുക്കോടുകൂടി കാര്യങ്ങൾ നേരിടാൻ കർമ്മരംഗത്ത് ശോഭിക്കാൻ അവർക്ക് സാധിക്കുന്നു. സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഇവരുടെ മനസ്സർപ്പിക്കുന്നു. അതിനെല്ലാം ഗുണം കാണുന്നുണ്ട്. ആഴ്ചയുടെ ആദ്യ ദിവസവും പിന്നീട് രണ്ടാം പകുതി തുടങ്ങുമ്പോഴുള്ള 2 ദിവസവും വളരെ ഗുണകരമാണ്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, പുതിയ സംരംഭങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള മനസ്സിൻ്റെ ത്വര, അതിലുണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ മാറുന്നു. അതുകൊണ്ട് പൊതുവെ ഗുണകരം തന്നെയാണ് വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ 3ഓളം ദിവസങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 26 മധ്യാഹ്നം വരെ, ശേഷം 29, 30 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനം അഷ്ടമത്തിലേക്ക് വ്യാഴം പോയി എന്നൊക്കെ പറഞ്ഞ് ധനുക്കൂറിൽപ്പെട്ട പലരും കരയുന്നുണ്ട്. പക്ഷേ വ്യാഴം മാറുന്ന വീഡിയോയിൽ ഞാനത് പ്രത്യേകം പറഞ്ഞു. ഇക്കുറി വ്യാഴം പലരെയും ദ്രോഹിക്കില്ല. കാരണം അഷ്ടമത്തിലായാലും വ്യാഴം ബലത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഏറ്റവും സാത്വികനായ ഗ്രഹം ദോഷഭാവത്തിൽ നിന്നാൽ അല്ലാതെ തന്നെ വലിയ ദോഷങ്ങളൊന്നും ചെയ്യാറില്ല. ഇവിടെ ദോഷഭാവം എന്ന് പറയുന്ന 8ാം ഭാവം കർക്കിടക രാശിയായതിനാൽ അത് ഉച്ചരാശിയായതുകൊണ്ട് വ്യാഴം ഒരിക്കലും ഇവിടെ ദോഷത്തെ ചെയ്യില്ല. മാത്രമല്ല അനവസരത്തിൽ ചിലപ്പോൾ ഓർക്കാപ്പുറത്ത് ഇവർക്ക് ധനസഹായം വരികയും ചെയ്യും. അനവസരത്തിൽ ഇവർക്ക് വിജയമുണ്ടാകും. വിജയത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇവർക്ക് പൊടുന്നനവേ ഒരു ഭാഗ്യം പോലെയായിരിക്കും വിജയമുണ്ടാവുക. മത്സര പരീക്ഷകളിൽ നേരിടുന്നവരും അതുപോലെ തന്നെ ചില ഇൻ്റർവ്യൂ ഒക്കെ ആശങ്ക കൊണ്ട് തോറ്റുപോകുമെന്ന് വിചാരിക്കുന്നവർക്കും നേരെ വിപരീതമായി വിജയത്തിൻ്റെ ഭാഗ്യം അനുഗ്രഹമായി വരും. അതുപോലെ തന്നെയാണ് പണത്തിൻ്റെ കാര്യത്തിലും. ചിലർക്കെങ്കിലും ലോട്ടറി അടിക്കാം, പണം കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്നവർ ഓർക്കാപ്പുറത്ത് അവരുടെ അരിയേഴ്സ് കിട്ടാം. ജോലി സംബന്ധമായ കാര്യങ്ങളിലായാലും ശരി, അതുപോലെ തന്നെ പ്രവർത്തന സംബന്ധമായ കാര്യങ്ങളിലായാലും ശരി, ഓർക്കാപ്പുറത്ത് ഒരു വിജയമുണ്ടാകും. ആഴ്ചയുടെ തുടക്ക ദിവസം ഒരു അല്പം അധിക ചെലവിൻ്റെ ദിവസം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന അസ്ഥിപ്രദേശത്തോ, സ്ത്രീകളാണെങ്കിൽ യൂട്രസ്, ലിവർ ഈ ഭാഗങ്ങൾക്കോ, അതായത് ലോവർ അബ്ഡമിൻ ഭാഗങ്ങളിലോ, പുരുഷനാണെങ്കിലും അതുപോലെ തന്നെ ലിവറിൻ്റെയോ കിഡ്നിയുടെയോ ജെനിറ്റൽ ഓർഗൻസിൻ്റെയോ ഭാഗത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനോ ചിലപ്പോഴെങ്കിലും ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകേണ്ടിയോ വന്നേക്കാം. എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ചും ഈ പറഞ്ഞതുപോലെ അവരുടെ പ്രവർത്തനങ്ങളിലെ വിജയം, സാമ്പത്തിക നേട്ടം, മൊത്തത്തിൽ മടി ഉണ്ടായിരുന്ന മനസ്സിനൊക്കെ മാറി കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി കാര്യങ്ങളെ നേരിടാനുള്ള ഒരു അവസ്ഥയൊക്കെ വരും. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ നല്ല സാമ്പത്തിക നേട്ടവും കാണുന്നുണ്ട്. സഹോദരന്മാരിൽ നിന്ന് ഗുണം, ബന്ധുക്കളിൽ നിന്ന് ഗുണം, പെട്ടെന്നെടുക്കുന്ന ചില തീരുമാനങ്ങൾ ഭാവിയിലേക്ക് വളരെ കരുതലായി മാറുന്ന ഒരവസ്ഥ ഇതൊക്കെ ഉണ്ടാകും. ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 26 മധ്യാഹ്ന ശേഷം 27, 28 ശേഷം 31 നവംബർ 1. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം മംഗളകർമ്മം നടക്കേണ്ട ഒരാഴ്ചയാണ്. പ്രത്യേകിച്ചും അവരുടെ കർമ്മരംഗത്തുണ്ടായിരുന്ന തടസ്സങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു.
സാമ്പത്തികമായ വലിയൊരു വരവ് ഇവരിലേക്ക് വരുന്നു ഈ ആഴ്ച, അല്ലെങ്കിൽ സാമ്പത്തികമായി ഒരു വർധനവുണ്ടാകുന്നതിൻ്റെ സൂചനകൾ അവർക്ക് ഈ ആഴ്ച ലഭിക്കുന്നു. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ ഉഴപ്പുണ്ടായിരുന്നത് മാറുന്നു. പ്രവർത്തനങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കുകയും സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും പ്രശംസ ഇവർക്ക് കിട്ടുകയും ചെയ്യുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയോ ജോലിയോ തരപ്പെടുന്നു. ചിലപ്പോൾ പഠനത്തിന് അവിടെ ശ്രമിക്കുന്നവർക്കും അതിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാരണവസ്ഥാനത്തുള്ള വ്യക്തികളുമായി വീടിൻ്റെ ഭാഗം വയ്ക്കലുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ തറവാട് സ്വത്തിൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പിണക്കമോ പ്രശ്നമോ ഉണ്ടായിരുന്നവർക്ക് താൽക്കാലികമായിട്ടെങ്കിലും ആ പിണക്കം ഒന്ന് മാറുന്നു. കാരണവസ്ഥാനത്തുള്ളവരോടുള്ള കലഹം മാറുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ മാറുന്നു. പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകുന്നു. വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സമുണ്ടായിരുന്നവർക്ക് അതിന് മാറ്റമുണ്ടാകുന്നു. പ്രണയത്തിന് സാഫല്യമുണ്ടാകുന്നു. പൊതുവെ ആരംഭിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നെങ്കിൽ അതിന് അവർക്ക് മാറ്റമുണ്ടാകുന്ന ഒരാഴ്ചയാണിത്. അതുകൊണ്ട് സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, ആഗ്രഹ സഫലീകരണം ഇതെല്ലാം നടക്കും. ആഴ്ചയുടെ ആദ്യ പകുതിയിലെ ആദ്യ ദിവസത്തിന് ശേഷം 1-2 ദിവസങ്ങൾ ചിലപ്പോൾ സാമ്പത്തികമായ അധിക ചെലവുണ്ടായേക്കാം. എന്നാൽ പോലും അതൊക്കെ തന്നെയും തങ്ങളുടെ തന്നെ ഭാവിയിലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെലവിടലാണ് എന്ന് മനസ്സിലാവുകയും ആഴ്ചയുടെ ആദ്യത്തെ പകുതിയിലെ ഈ പറയുന്ന അധിക ചെലവിൻ്റെ ദിവസങ്ങൾക്ക് ശേഷം വളരെ ഗുണം കാണുന്നുണ്ട്. ഒരുപക്ഷെ അധിക ചെലവിന് എത്ര പണം മുടക്കിയോ അതിൻ്റെ ഇരട്ടിയോളം പണം ഇവർക്ക് കിട്ടാനുള്ള സാധ്യതയും പിന്നീടുള്ള ദിവസങ്ങളിൽ കാണുന്നു. അതുകൊണ്ട് പൊതുവെ മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനത്തിൻ്റെ ആഴ്ച തന്നെയാണ് ഈ ആഴ്ച. ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ ഈ ആഴ്ചയിൽ 26 മധ്യാഹ്നം വരെ, ശേഷം 29-ഉം 30-ഉം താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളവും കടബാധ്യതയിൽ നിന്നൊരു മോചനം ഉണ്ടാവുമെങ്കിലും ശാരീരികമായി, പ്രത്യേകിച്ചും ഉദര സംബന്ധമായോ വസ്തിപ്രദേശവുമായോ മൂലാധാരവുമായി ബന്ധപ്പെട്ടോ ഒക്കെ നട്ടലിൻ്റെ കീഴ്ഭാഗത്തോ എന്തെങ്കിലും ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഒരു സാധ്യത കാണുന്നു. ശത്രുവിന് താൽക്കാലികമായിട്ടെങ്കിലും വിജയമുണ്ടാക്കുന്ന തരത്തിൽ ചിലപ്പോൾ ചില പെരുമാറ്റങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് ആരോട് സംസാരിക്കുമ്പോഴും വളരെ ശ്രദ്ധിച്ച് വൈകാരികതയുടെ എടുത്തുചാട്ടമൊന്നും കാണിക്കാതെ സംസാരിക്കണമെന്ന് കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ ഒരു അപേക്ഷയുണ്ട്. സാമ്പത്തിക നേട്ടം ഇവരിലേക്ക് നന്നായി വരുന്നുണ്ട് ആഴ്ചയുടെ ആദ്യ പകുതിയിലെങ്കിലും ആഴ്ചയുടെ 2ാം പകുതിയിൽ രോഗസംബന്ധമായ കാര്യങ്ങളിൽ അമിത ചെലവ് കാണുന്നു. ചിലപ്പോൾ ചില യാത്രകൾ പ്രയോജനപ്രദമല്ലാതെയായി മാറാം. അതിൻ്റേതായ സാമ്പത്തിക ചെലവ് സഹിക്കേണ്ടി വരും. പൊതുവെ ഇവരുടെ ഗുണം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ കാലമായി ഇവർ ആഗ്രഹിച്ചിരുന്ന ചില വർക്കുകൾ കൃത്യമായിട്ട് ഇവർക്ക് നടക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവർത്തനത്തിൽ ഇവർക്ക് മുടക്കമുണ്ടായിരുന്നെങ്കിൽ, ആരുടെയെങ്കിലുമൊക്കെ വിമർശനമോ പാരയോ കാരണം അതിനൊരു തടസ്സം ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ടാകും. പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ ഒരു സൗഭാഗ്യവും ഇവർക്കുണ്ടാകുന്നു. പക്ഷേ സാമ്പത്തിക നേട്ടം അല്പ ദിവസങ്ങൾ കൂടി കഴിഞ്ഞിട്ടായിരിക്കും കൂടുതൽ വരിക. ഈ ആഴ്ചയെ സംബന്ധിച്ചാണെങ്കിൽ ആഴ്ചയുടെ ആദ്യ പകുതിക്ക് ശേഷമുള്ള ദിവസങ്ങളാണ് ഇവർക്ക് കൂടുതൽ ഗുണകരം, പ്രത്യേകിച്ചും സാമ്പത്തികമായി. വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. മറ്റുള്ളവരോട് ഇടപെടുമ്പോഴും പെരുമാറുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ വളരെ സൂക്ഷ്മത വേണമെന്ന് കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പ്രത്യേകം പറയും. കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 26, 27, 28 ദിവസങ്ങളും ശേഷം 31 നവംബർ 1 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായി ചിന്തിക്കേണ്ടത് തങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകുമെങ്കിലും ഇവരെക്കുറിച്ച് മറ്റുള്ളവർ സമൂഹത്തോട് പറയുന്നതും ചിലപ്പോഴെങ്കിലും ഇവരുടെ ഏറ്റവും സ്വകാര്യമായ കുടുംബത്തോട് പറയുന്നതും അത്ര നല്ലതായിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ അപവാദങ്ങൾക്കും വിവാദങ്ങൾക്കും ഇവർ ശരവ്യരാകും. ഇവർ അതിന് വിധേയരാകേണ്ടി വരും. അത്തരം കാര്യങ്ങളോട് പ്രതികരിക്കാതിരിക്കുന്നതാണ് തൽക്കാലം മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് നല്ലത്. കാരണം ഒന്ന്, ജന്മശനി. ഇപ്പോൾ ഭാഗ്യം എന്നപടി വ്യാഴം 5-ലോട്ട് വന്നിരിക്കുന്നത് കൊണ്ട് ഈശ്വരാധീനം ഇവരിലേക്ക് വന്നിരിക്കുന്നു. സ്വന്തം മനസ്സ് കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ കർമ്മരംഗം സജീവമാകുന്നു. ഭാഗ്യം വ്യാഴം 11ലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ ധനം നല്ല രീതിയിൽ വരുന്നു. അഭിലഷിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നു. വിമർശനങ്ങളെയും പരിഹാസങ്ങളെയും ഒക്കെ ഇവർക്ക് നിസ്സാരമാക്കി തള്ളിക്കൊണ്ട് തൻ്റെ കർമ്മരംഗത്ത് നന്നായി ശോഭിക്കാൻ സാധിക്കും. ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ കാൽപാദങ്ങളിലും കാലുകളിലുമൊക്കെ രക്തസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാം. രക്തവാതത്തിൻ്റെ അസുഖങ്ങളൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം.
എക്സിമോ പോലുള്ള അസുഖങ്ങൾ, സ്കിൻ ഡിസീസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ അധമ ബന്ധങ്ങൾ വഴി ഇവരുടെ കുടുംബത്തിൽ സ്വൈരത നശിക്കുന്ന തരത്തിൽ ഏതെങ്കിലുമൊക്കെ വിവാദങ്ങളോ പരാമർശങ്ങളോ ഉണ്ടാകാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോളണം. അതിനെയൊക്കെ അതിജീവിക്കുന്ന തരത്തിൽ വ്യാഴം അനുകൂലമായി ഇപ്പോൾ നിൽക്കുന്നത് മീനക്കൂറിനെ സംബന്ധിച്ച് വളരെ അനുഗ്രഹമാണ്. 11ലേക്കുള്ള ദൃഷ്ടി വെറും വരുമാനത്തിൻ്റെ മാത്രം വർധനമല്ല, സർവാഭീഷ്ടം എന്നാണ് 11നെ പറയുക. എല്ലാ ആഗ്രഹങ്ങളും അഭീഷ്ടമാകണം, ഇഷ്ടമായി വരണം, അനുഗ്രഹമായി വരണം. ആ തരത്തിലൊരു അവസ്ഥ ഇപ്പോൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ജന്മശനിയുടെ ദോഷങ്ങളൊന്നും ഈ ആഴ്ച വലുതായിട്ട് വരെ ബാധിക്കില്ല. പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ത്വക്ക് സംബന്ധമായ അസുഖമോ അതുപോലെ ഇല്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് ബാക്കിയുള്ളവർ മനസ്സിനെ അലോസരപ്പെടുത്താനോ ശ്രമിക്കും. അത്തരം കാര്യങ്ങളിൽ ചെന്ന് വീഴാതിരിക്കുക. പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് മനസ്സിന് ധൈര്യം കൊടുത്ത് മുന്നേറുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 26 മധ്യാഹ്ന ശേഷം 27, 28, 29, 30 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. ഓം ശനൈശ്വരായ നമഃ എന്ന് ജപിക്കുന്നത് ശനിദോഷത്തിന് ഏറ്റവും നല്ലതാണ്. കലിയുഗത്തിൽ ജപം പരമപ്രധാനം എന്ന് പറയാറുണ്ട്. ജപിക്കുക ഓം ശനൈശ്വരായ നമഃ, അതാണ് ഇതിൻ്റെ ഉച്ചാരണം. ശനിയാഴ്ച ദിവസം വ്രതശുദ്ധിയോടുകൂടി കറുത്ത വസ്ത്രം ധരിക്കുന്നതും ശനിദേവന്റെ അമ്പലത്തിൽ പോകുന്നതും അല്ലെങ്കിൽ ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോകുന്നതും ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലോ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ നീരാഞ്ജനം കഴിപ്പിക്കുന്നതും അവിടെ കറുത്ത പട്ടുവസ്ത്രം സമർപ്പിക്കുന്നതും അതുപോലെ കടും പായസം കഴിപ്പിക്കുന്നതും കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുന്നതും തെരുവുനായ്ക്കൾക്ക് ആഹാരം കൊടുക്കുന്നതും ഒക്കെ നല്ലതാണ്. ഏറ്റവും കീഴേക്കിടയിൽ ജീവിക്കുന്നവരെ, ഏറ്റവും വിഷമം അനുഭവിക്കുന്നവരെ ചേർത്തു പിടിക്കുന്നത് ശനിദേവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അഹങ്കരിക്കാതെ ജീവിക്കുന്നത്. അതുപോലെ വ്യാഴദോഷത്തിന് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുക. വ്യാഴാഴ്ച ദിവസം വ്രതശുദ്ധിയോടുകൂടി വിഷ്ണുസ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. അതുമല്ലെങ്കിൽ നെയ്വിളക്ക് കത്തിക്കലോ പാൽപ്പായസ നൈവേദ്യമോ ആവാം. അമ്പലത്തിൽ പോകാൻ സാധിക്കാത്തവർ ഒട്ടും വിഷമിക്കേണ്ട. വീട്ടിലിരുന്നോ എവിടെ ഇരുന്നോ സ്വന്തം ശരീരത്തിൻ്റെ ശുദ്ധി പോലും വരുത്താതെ ജപിക്കാം ഓം നമോ നാരായണായ. അതുപോലെ നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്താനായി ഓം നാഗായ നമഃ എന്നോ ഓം അനന്തായ നമഃ എന്നോ ജപിക്കാം. ഈ മന്ത്രത്തിൻ്റെ എല്ലാ വാക്കുകളും അതേപടി അറിഞ്ഞ് ജപിക്കണമെന്നൊന്നുമില്ല. നിനക്ക് അറിഞ്ഞുകൂടാത്ത ജപവും അറിയാവുന്ന ജപവും എൻ്റെ പാദങ്ങളിൽ ഒരുപോലെ എന്ന് വിഷ്ണു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ ചെയ്യുക. മനസ്സാണ് പ്രധാനം. നീ അർപ്പിക്കുക മനസ്സ്, സ്വാഭാവികമായും ഗുണമുണ്ടാകും. കേതുദോഷത്തിന് ശ്രീ മഹാഗണപതിയെ സ്തുതിക്കുക. ഓം ഗം ഗണപതയെ നമഃ എന്ന് ജപിക്കുക. ഗണപതിക്ക് കരകമാല അർപ്പിക്കുക. ഉണ്ണിയപ്പ നിവേദ്യം നടത്തുക. നാളികേരം ഉടയ്ക്കുക. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.